ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയില്ല, ആ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇത്. തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ശബ്ദത്തിന് ചെറുതായിട്ട് പ്രശ്നമുണ്ട്, ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ്. ഇത് അഡോർമെന്റ് ഗാലറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നെയാണ് കേട്ടോ. 2 സെക്കൻഡ് സ്റ്റഡ് ഉണ്ട്, പിന്നെ 2 ചെയിനും അയച്ചു തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെയിനും കുറച്ച് ഹെവി ആയിട്ടുള്ള ചെയിനും അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ താലി ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇങ്ങനത്തെ വലിയ മാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ പേജിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവരുടെ പേജ് ഞാൻ മുമ്പും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ മാല ഞാൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ആ സമയത്താണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ അമ്മയ്ക്ക് ഞാൻ ഇങ്ങനത്തെ മാല ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചെയിനാണ് കേട്ടോ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും ക്രൈസ് ഉള്ളത് സെക്കൻഡ് സ്റ്റഡ് ആണ്. എനിക്ക് എത്ര വാങ്ങിച്ചാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ പേജിൽ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റാ പേജ് മറക്കണ്ട. ഇത് അഡോർമെന്റ് ഗാലറി എന്നാണ് കേട്ടോ ഇൻസ്റ്റാ പേജിന്റെ പേര്. പിന്നെ അവരുടെ പേജ് ഞാൻ ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പിന്റെ അടയാണ്. അപ്പൊ ഞാനിങ്ങനെ ചിരവ കാണിക്കുന്ന സമയത്ത് ചിരവയുടെ ലിങ്ക് ചോദിക്കലുണ്ട് കേട്ടോ. ചിരവയുടെ ലിങ്ക് ഇല്ല, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മരത്തിന്റെയാണ്, ഇതുപോലെ തന്നെ സ്റ്റീലിന്റെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങയിലേക്ക് കുറച്ചധികം പഞ്ചസാരയും കുറച്ച് ജീരകം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വാഴയില വെട്ടിയിട്ട് വരണം. അപ്പോൾ വാഴയില വെട്ടുന്ന സമയത്ത് ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന കാര്യമാണ്, ഒരു വാഴയില മൊത്തമായിട്ട് ഇങ്ങനെ വെട്ടി കൊണ്ടുവരരുത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ 2 അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാഴയിലയും കൂടി ഞാൻ അതിലൂടെ കൂട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വരും വെല്ലമാണ് ചേർക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, വെല്ലത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കുഴക്കട്ടയാണെങ്കിലും അടയൊക്കെ ആണെങ്കിലും ഞാൻ പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടില് വെല്ലത്തിന് വെല്ലം എന്നാണോ പറയാ, ബെല്ലം എന്നാണോ പറയാന്ന് ഒന്ന് പറയണം കേട്ടോ. ഞാൻ കൂടുതലും ബെല്ലം എന്നാണ് പറയാ. എന്നെ ഇവരെല്ലാവരും കളിയാക്കൂട്ടോ. എന്റെ അവിടെയൊക്കെ ബെല്ലം എന്നാണ് പറയുക. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇവിടെ വെല്ലം എന്ന് കേൾക്കുന്നത്. അപ്പൊ പറയാൻ മറക്കരുത് കേട്ടോ, എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഞാനിതാ അടയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അട വേവുന്ന സമയം കൊണ്ട് എന്റെ അടുത്ത പണി എന്താന്ന് വെച്ചാൽ എനിക്ക് വിറകൊക്കെ ഒന്ന് ഒടിച്ചു വെക്കണം. വിറക് ചുള്ളിയാണ് കേട്ടോ, തീ പിടിപ്പിക്കാനുള്ള വിറകാണ്. എന്റെ വൈകുന്നേരത്തെ മെയിൻ പണികൾ ഇതൊക്കെയാണ്. ഓല അല്ലെങ്കിൽ സിൽവറിന്റെ ഇല, ഇങ്ങനത്തെ കുഞ്ഞു വിറകുകളൊക്കെ ഞാൻ എടുത്തു വെക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീ പിടിപ്പിക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ഇപ്പൊ മുറ്റത്തിന്റെ പണി കഴിഞ്ഞുകൊണ്ട് മുറ്റടിക്കൽ ഒരു പണിയായിട്ടില്ല കേട്ടോ. മുറ്റടിക്കൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുറ്റം നനയ്ക്കൽ ഇപ്പൊ വലിയൊരു പണി തന്നെയാണ്. പിന്നെ ആകെ അടിച്ചുവാരി തുടക്കലും കേട്ടോ. എത്ര തുടച്ചാലും പിന്നെയും പൊടി വന്നോണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം വിറകൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ വെള്ളം വെച്ചു കേട്ടോ. ഇവിടെ എത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഞങ്ങൾക്ക് ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ. നട്ടുച്ചയ്ക്കാണെങ്കിലും ഞങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിക്കുക. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്ക് ഇതാ അടയും വന്നിട്ടുണ്ട്. ഞാൻ ചായ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് കൊച്ചസിന്റെ കൂടെ പുറത്തു പോയി കേട്ടോ. പുറത്തു പോയ സ്ഥിതിക്ക് അവൻ എന്തായാലും ചായ കുടിച്ചിട്ടേ വരുള്ളൂ. പിന്നെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 3 ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയം പുറത്ത് ഭയങ്കര ശബ്ദം കേട്ടോ. നോക്കുമ്പോൾ ഒരു മരത്തിൽ നിറച്ചും തത്തകള്. പിന്നെ ഇപ്പൊ ഇങ്ങനെ തത്തകളെ ഒന്നും കൂട്ടത്തോടെ കാണാനില്ലല്ലോ. കണ്ടപ്പോൾ ഒരു രസം തോന്നി കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയൊക്കെ കാണാം. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെച്ചു വരുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്റെ വൈകുന്നേരത്തെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൂസിനെ പഠിപ്പിക്കലാണ്. വൈകുന്നേരത്തുള്ള ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.